നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, അച്ഛൻ വരുന്നില്ലേ ടീമോളുടെ അഡ്മിഷന്? ഇല്ല മോളെ, അച്ഛന് അത്യാവശ്യമായിട്ട് കമ്പനി വരെ ഒന്ന് പോണം. മോള് വേഗം പോവാൻ നോക്ക്. ശരി അച്ഛാ, വാ മോളെ. മോളെ, മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. പോയിട്ട് വരട്ടെ. പോയി പഠിച്ച് മിടിക്കേട്ട് വാ. ശരി മോളെ, കൊണ്ടാക്കിട്ട് വാ. ശരി അച്ഛാ, പോയിട്ട് വരാം. ശരി മോളെ, പോയിട്ട് വരാം. വാ വാ വാ, ലേറ്റ് ആവും. വാ. ടാറ്റു കൊടുത്തേ. ടാറ്റാ. വന്ദനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമല്ലോ. അതിനെന്തൊരു വഴി? അന്ന് അച്ചമ്മ ഉണ്ടാക്കിയ ബിരിയാണി പുട്ടുമായിട്ട് പോയി. പിന്നീട് ഹരിതയ്ക്ക് കൊടുക്കാനായിട്ടൊരു സാരിയുമായിട്ട് പോയി. ഇനിയിപ്പോ വന്ദനെ കാണാൻ എന്തോ ഒരു കാരണം ഉണ്ടാക്കുക. എന്തായാലും ഹരിത ഒന്ന് വിളിച്ചു നോക്കാം. ഏട്ടനാണല്ലോ. ഹലോ ഏട്ടാ. ആ ഹരിതേ, എനിക്ക് സുഖം തന്നെയല്ലേ? ആ ഏട്ടാ. അല്ല, നീ ഒന്ന് വീണതായിട്ട് സ്വപ്നം കണ്ടു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. മനോജ് ഇവിടെ 24 മണിക്കൂറും ബോഡി ഗാർഡായിട്ട് നിൽക്കുക. അവൻ കാവലിരിക്കുന്നു പോലും. അവൻ എങ്ങോട്ടെങ്കിലും പൊക്കൂടെ? അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി എന്നെ വിളിച്ചു വരുത്താൻ പോലും ആ പെൺകോന്നും സമ്മതിക്കുന്നില്ല. ഹലോ ഹലോ ഹലോ, എന്താ ഏട്ടൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല. അല്ല, ഞാൻ കൊണ്ടുവന്ന സാരി നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, നല്ല സാരിയാ. എന്നാലും എനിക്ക് മോഡേൺ ഡ്രസ്സിനോടാ താല്പര്യം. അതിനെന്താ, ഇപ്പൊ തന്നെ ഞാൻ മോഡേൺ ഡ്രസ്സുകൾ വാങ്ങി അങ്ങോട്ട് വരാം. ഇപ്പൊ കൊണ്ടുവരാനോ? വേണ്ട ഏട്ടാ, അതൊക്കെ ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് മതി. ഉടനെ ഒന്നും വേണ്ട. വന്ദനെ കാണാനുള്ള ആ അവസരവും അവള് പൊളിച്ചടുക്കി. അല്ല ഹരിതേ, ദീമോൾക്ക് സുഖമാണോ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ദിയമോളെയും കൊണ്ട് വന്ദനിച്ച് പോയിരിക്കുവാ. സ്കൂളിലോ? ഏത് സ്കൂളിൽ ചേർക്കാനാ വന്ദന പോയത്? ദേവിമാത സെൻട്രൽ സ്കൂൾ എന്നാ പറഞ്ഞത്. ശരി, അവള് മിടിക്കുക. അവള് നന്നായിട്ട് പഠിക്കട്ടെ. എന്നാ പിന്നെ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി ഏട്ടാ. വന്ദനെ കാണാൻ ഒരു വൈക്കോൽ തുരുമ്പ് കിട്ടി. ദേവി മാതാ സെൻട്രൽ സ്കൂൾ. ഇപ്പൊ അവിടെ ചെന്ന വന്ദനെ കാണാം. ഒട്ടും പ്രതീക്ഷിക്കാതെ വഴിയിൽ വെച്ച് വന്ദനയും നിയമോളെയും കണ്ടതാണെന്നുള്ള കാരണവും പറയാം. ഐഡിയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.